ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ്. അതായത് നിങ്ങളിൽ ചിലരൊക്കെ എന്നെ റീൽസിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ യൂട്യൂബിൽ തുടങ്ങിയിട്ട് ആകെ ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു. അവിടെ നിന്നായിരുന്നു നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും അത്യാവശ്യം റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലർക്കൊക്കെ അറിയാം, എന്നെ അറിയാം, ചിലർക്കൊന്നും എന്നെ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഒരു 4 വർഷത്തെ ഈ ഒരു ചെയ്യലിലൂടെ എനിക്ക് അത്യാവശ്യം ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്നൊരു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് സോഷ്യൽ മീഡിയ വഴി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബാഡ് കമൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കമൻസ്, അതിൽ കുറച്ച് കമൻസ്, അതായത് കുറേ കമൻസ് ഉണ്ട്, പക്ഷെ എന്തായാലും അതിൽ കുറച്ച് കമൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുറച്ച് കമൻസും ആ കമൻസിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമൻസ് നോക്കാം. ബാഡ് കമൻസ്, അതായത് ബാഡ് കമൻസും വരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള കമൻസും വരാറുണ്ട്. അപ്പോൾ ഈ ബാഡ് കമൻസ് ഞാൻ മാക്സിമം ഞാനത് ശ്രദ്ധിക്കാറില്ല. അത് ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ തിരിച്ച് റിപ്ലൈയും കൊടുക്കാറില്ല. ഞാനത് അങ്ങനെ വിടുകയാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് മെസ്സേജ് വഴി, അതായത് നമ്മുടെ ഇൻബോക്സിലൊക്കെ ബാഡായിട്ടുള്ള കമൻസ് വരാറുണ്ട്. പക്ഷെ ചിലതൊക്കെ അങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. ചിലതൊക്കെ എന്ന് പറയുമ്പോൾ അത് അത്രയും മാത്രം ഇതാണെങ്കിൽ ഞാൻ 1-2 മറുപടിയൊക്കെ കൊടുക്കും, എന്നിട്ട് പിന്നെ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എന്താണ്, എൻ്റെ റീൽസിന് അതേപോലെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഞാൻ റീൽസ് ചെയ്യുന്ന അതിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അതിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ബാഡ് കമൻസ് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് മാത്രം എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ള കുറച്ച് ബാഡ് കമൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കും അതിനുള്ള റിപ്ലൈയും കൂടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണിന് ചോദിക്കാനും പറയാനും വീട്ടിൽ ആരുമില്ലേ നാറി. അത് ആരാന്നുള്ള ഒരു ഐഡിയ ഒന്നും ഞാൻ എന്തായാലും ഇതിൽ പറയാൻ പോകുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്താണ്, അപ്പോൾ അവർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ എല്ലാവരും ഉണ്ട്. ഓക്കെ, പിന്നെ ഇതെൻ്റെ ഇഷ്ടമാണ്, അതായത് റീൽസ് ചെയ്യുക, ആക്ടിങ് ഇതെൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. എല്ലാ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ. ചിലർക്ക് പാട്ട് പാടാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് യാത്ര ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹോബി ഉണ്ടാവും. അതേപോലെ എൻ്റെ ഒരു ഇഷ്ടമാണ് റീൽസ് ചെയ്യുക എന്നുള്ളത്. അതാണ് എൻ്റെ ഇഷ്ടം. ആ ഇഷ്ടമാണ് ഞാനത് ചെയ്യുന്നത്. അത് എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ടല്ല, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും സമ്മതപ്രകാരം തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ 4 വർഷത്തോളമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കമൻറ്റ്സ് നോക്കാം. ആളുകളെ വശീകരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ആളുകളെ വശീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ എന്താണ് അവരുടെ പരിധിയിലേക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ എടുത്ത് വലിച്ചെടുക്കുക എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വശീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ഒരാളെ വശീകരിക്കണമെങ്കിൽ അത് നടക്കും. പിന്നെ എന്ന് പറയുന്നത്, ഈ വശീകരണം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വശീകരണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വശീകരണം എന്നുള്ളൊരു മീനിങ്ങിൽ ഞാൻ ഇതാവുന്നില്ല. കാരണം അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾ ഓരോ ആക്ടിങ്ങും, അതായത് ഓരോ സോങ് ആയിക്കോട്ടെ, ഡയലോഗ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ പുറമേ കാണുന്ന അവർക്ക് ചിലപ്പോൾ തോന്നാം, എന്താണ് ഇവള് ശരിയല്ല, അല്ലെങ്കിൽ ഇവള് അതാണ് അതൊക്കെ തോന്നാം. സോ അവർക്ക് എന്നെ അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും ചെയ്യും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്യുള്ളൂ. ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ മാന്യമായിട്ട് തന്നെയാണ് വസ്ത്രം ധരിച്ചിട്ട് മാന്യമായി തന്നെ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, പിന്നെ എൻ്റെ കുടുംബത്തിലുള്ളവരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ആരെയും എന്നെ സ്വയം നാറ്റിക്കാതെയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേറെ പണിയൊന്നുമില്ല പെണ്ണെ. എൻ്റെ വീട്ടിലുള്ള ജോലി, അതായത് ഞാൻ 5:30 മണിക്ക് എഴുന്നേക്കും. 5:30 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് 8 മണിയാകുമ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കും. 8 മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമുള്ള ബാക്കിയുള്ള ജോലികളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റീൽസിൽ വരുന്നു, ഞാൻ റീൽസ് ചെയ്യുന്നു.
ഓക്കെ, എൻ്റെ ഇത്രയും ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ റീൽസ് ചെയ്യുന്നത്. അതല്ല എൻ്റെ പണിയില്ലാണ്ടല്ല, പണിയുണ്ട്. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഡിസൈനിങ്ങും ഒക്കെ ചെയ്യും. അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാറില്ല, എൻ്റെ തന്നെ ഞാനായിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ജോലികളുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുമ്പോഴാണ് ഞാൻ വീട്ടിൽ റീൽസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള തീരുമാനമായി. വേറൊരു കമൻറ്റാണ്, എങ്ങനെയും ഫേമസ് ആകണം, അത്രേ ഉള്ളൂ. സത്യം പറയണം, റീൽസ് ചെയ്യുന്ന എല്ലാവരും ഫേമസ് ആക്കാനാണ് വരുന്നത് എന്നുള്ളത് അവരുടെ തെറ്റിദ്ധാരണയാണ്. റീൽസ് ചെയ്യാൻ പല പല കാരണങ്ങളുണ്ട്. അതായത് ഒന്നെന്ന് പറയുമ്പോൾ ചിലവർക്ക് ഒരുപാട് ടെൻഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ മനസ്സിനൊന്ന് ഫ്രീ കിട്ടാൻ, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റീൽസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുകൂടാതെ അത് അവർക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പോൾ എന്നെ പോലെയൊക്കെ ആക്ടിങ് ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്നവരുണ്ട്. അത് കാരണം അവർക്ക് എവിടെയും ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നതാണ് ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പൊതുവേ ഉള്ളത് നല്ല രീതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഫേമസ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഫേമസ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലവർ ഫേമസ് ആകാൻ ആഗ്രഹിച്ച് പലരും ചിലപ്പോൾ തല കുത്തിയൊക്കെ മറിയും. പക്ഷേ അവർ ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താൻ പറ്റണമെന്നില്ല. ഓക്കെ, ചിലവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേമസ് ആണെന്ന് വിചാരിക്കത്തില്ല, പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് എത്തും. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ ഞാനൊരിക്കലും ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടും വന്നതല്ല. ഓക്കെ, ഞാൻ ഒരു സത്യം പറഞ്ഞിട്ട് എനിക്ക് ആക്ടിങ് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ടിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്നത്. പിന്നെ ഫേമസ് ആക്കണോ ആക്കണ്ടേ എന്നുള്ളത് നമ്മുടെ റീൽസ് കാണുന്ന ആളുകളാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ലൈക്ക് തരുന്നതും കമൻറ്റ് തരുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, 2 ലക്ഷം ആളുകൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ്. ആ 2 ലക്ഷം ആളുകളിലും ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ഓക്കെ, അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ റീൽസ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഫേമസ് ആവണമെന്നില്ല. ആളുകളാണ് നമ്മളെ ഫേമസ് ആക്കണോ ആക്കണ്ടേ എന്നുള്ളത് ആളുകളാണ് തീരുമാനിക്കുന്നത്. ആ ആളുകൾ എന്നെ ഫേമസ് ആക്കണോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ചെയ്യും. അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അഞ്ജിത നായർ ഒരു എതിരാളിയായി. അഞ്ജിത നായർ അവരുടെ വീഡിയോസ് ഞാൻ കാണാറില്ല, പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോളൊക്കെ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാറുണ്ട്. ഞാൻ അവരുടെ വീഡിയോ കാണാറുണ്ട്. പക്ഷെ അവരെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എനിക്ക് പറയാനായിട്ട്. പിന്നെ അഞ്ജിത നായർ എന്നല്ല, ഒരുപാട് പേര് വീഡിയോസും റീൽസും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റീൽസ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ചെയ്യുന്ന രീതി ഒന്ന് വേറെ ആയിരിക്കും, ഞാൻ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. പലർക്കും പല കണ്ടന്റാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും എൻ്റേതായിട്ടൊരു കണ്ടന്റിലൂടെ പോയിട്ടുള്ളൂ. മാന്യമായ രീതി തന്നെയാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നതും, മാന്യമായ രീതി തന്നെയാണ് വീഡിയോ ചെയ്യുന്നതും. എൻ്റെ ശരീരഭാഗങ്ങളോ മറ്റോ കാണിച്ച് മറ്റുള്ള ഉണ്ടാക്കാനായിട്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ആരേക്കും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ആരുടെ എടുത്തേക്ക് എതിരാളി ആവാനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ആരൊക്കെ എൻ്റെ മുമ്പിൽ പോയാലും, ആരൊക്കെ എൻ്റെ പിന്നിൽ വന്നാലും, ഞാൻ ആരുടെയൊക്കെ പുറകെ പോയാലും, ഞാൻ ആരുടെയൊക്കെ മുമ്പിൽ വന്നാലും ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഞാൻ ഒരാളുടെ കണ്ടിട്ട് ഞാൻ ഒരിക്കലും റീൽസ് ചെയ്യാറുമില്ല. ആ ഒരു രീതിയിൽ ചെയ്യാറ്. ഞാനായിട്ട് തന്നെയാണ് ഇരിക്കാറ്. ഞാനായിട്ട് തന്നെ ചെയ്യത്തുള്ളൂ. ഇനിയുള്ള കാലവും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അഞ്ജിത നായരുടെ പേരൊന്നും എടുത്തിട്ട് എന്നെ പറയരുത്. അവരുടേതായിട്ടുള്ള വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോട്ടെ. കഴപ്പ് തുടങ്ങി. ക്യാഷ് ഉണ്ടാക്കാൻ പാവം പെടുന്ന പാട് എന്ത് സ്നേഹമാണ് എല്ലാവർക്കും. കഴപ്പ് തുടങ്ങി. ഓക്കെ, കഴപ്പെന്ന് പറഞ്ഞാൽ എന്താ? അതായത് കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്? ചിലവരങ്ങനെ വരുന്നവരായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മീനിങ്. ഞങ്ങളെ സംബന്ധിച്ച് റീൽസ് ചെയ്യുന്ന എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഞാനും എന്നെയും കൂടെ സംബന്ധിച്ച് ഞാൻ പറയാണ്, കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് സോഷ്യൽ മീഡിയ വരേണ്ട ആവശ്യമില്ല. കഴപ്പ് തീർക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചെയ്യാൻ പറ്റും. പിന്നെ കഴപ്പ് തീർക്കാന്ന് പിന്നെ എന്താണ് അവർ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പറയാലോ, ഓരോരുത്തർക്ക് ഓരോ ചിന്താഗതി, ഓരോ കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇത് കഴപ്പല്ല, ഇതെൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ റീൽസ് ഞാൻ ചെയ്യും, വീഡിയോ ഞാൻ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. എല്ലാവർക്കാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ അൺഫോളോ ചെയ്തിട്ടോ പോവാം. ഇത്രയാണ് എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത്. പിന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പാടുപെടുന്നു എന്ന് പറഞ്ഞു. ക്യാഷ്, ഓക്കെ, അതൊരു വലിയ ചോദ്യമുണ്ടോ ക്യാഷ് എന്ന് പറയുന്നത്. ക്യാഷ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്കിതുവരെയും ഒരു പേയ്മെൻറ്റും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ പണിയെടുത്തിട്ടാണ് നോക്കുന്നത്. അവരുടെ അധ്വാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, എനിക്ക് ഒരു തരം വരുമാനമോ ഒരു ഏണിങ്ങോ എനിക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. പിന്നെ ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതുവരെ മോണിറ്റേഷൻ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ എനിക്കിതൊന്ന് വരുമാനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, ക്യാഷ് കിട്ടാൻ വേണ്ടി എന്ത് കാണിക്കും അങ്ങനെ ഇങ്ങനെ. അവരുടെ വിചാരം എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന് വരുമാനം കിട്ടാൻ വേണ്ടി ഞാൻ അത്രയും ഭ്രാന്ത് എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കിട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്നത് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, കിട്ടുന്നവരുണ്ടായിരിക്കാം, പക്ഷേ അതിന് മാത്രമുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത ആ രീതിയിൽ പോകുന്നവർ കിട്ടുന്നുണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെയും അതിൽ നിന്ന് ഒരു വരുമാനം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് പറയാനുള്ളത്. ഓക്കെ.
ഓക്കെ, നിനക്ക് ഇത്രയും അപരാധം കേട്ടിട്ടും മനസ്സിലായില്ലേ കുട്ടി? ഇനിയും മതിയാക്കിക്കൂടെ? അപരാധം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആക്ടിങ് എന്ന് മാത്രം. അതായത് എനിക്ക് പറ്റുന്ന രീതിയിൽ, ഞാൻ വലിയ കഴിവുകാരിയോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക ആക്ടറൊന്നുമല്ല, പക്ഷേ എങ്കിലും എനിക്ക് അറിയുന്ന പോലെ ഞാനത് ചെയ്യുന്നു. ഓക്കെ, അത് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ പലവരും പല കാഴ്ചപ്പാടുള്ളവരാണ്. ചിലപ്പോൾ പുറമേ നിന്ന് എന്നെ കാണുന്ന പലർക്കും പല ചിന്താഗതികൾ. അവൾ ഭയങ്കര അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര തൻ്റെടിയാണ്, അവൾ ശരിയല്ല, അവളുടെ അതൊന്നും ശരിയല്ല, അവളുടെ റീൽസ് കാണുമ്പോഴാണ് അവൾ മറ്റേതാണ്. ഓക്കെ, ഇതൊക്കെ പുറമേ ഉള്ളവർക്ക് പലതും ചിന്തിക്കാം, പലതും പറയാം. പക്ഷെ ഞാൻ എന്താണെന്നുള്ളത് എന്നെ അടുത്തറിയുന്നവർക്ക് മാത്രമേ ഞാൻ എന്താണെന്നുള്ളത് അറിയത്തുള്ളൂ. അപ്പോൾ ഒരാളെക്കുറിച്ച് അറിയാതെ, അതായത് ഒരാളെ എന്താ ഏതാണെന്നറിയാതെ ഇൻസ്റ്റഗ്രാമിലൂടെ റീൽസ് ചെയ്തിട്ടും വീഡിയോ കണ്ടിട്ടും ഒരിക്കലും ആരും എന്നെ വിലയിരുത്തരുത്. റീൽസ് എന്നുള്ളത് വേറെ, റിയൽ എന്നുള്ളത് വേറെ. ഓക്കെ, അതിൽ കാണുന്ന ആളുമല്ല ഞാൻ. ഇതിന് വട്ടാണോ? വട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ നോർമലാണ്, എനിക്ക് വട്ടൊന്നുമില്ല. പിന്നെ വട്ട് പിടിക്കാൻ പിന്നെ ചെറിയ വട്ടൊക്കെ പിന്നെ ഏതൊരു മനുഷ്യനും ഉണ്ടാവുമല്ലോ, ചെറിയ വട്ട്. ആ ഒരു ചെറിയ വട്ടം എനിക്കുണ്ടോ കൊടുത്തു. ഓക്കെ, അത് പക്ഷേ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒരു കുസൃതിയായിട്ടോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു വട്ടി എനിക്ക് പിന്നെ ലൈഫിൽ ഒരു രസം ഉണ്ടാവില്ല. ഓക്കെ, ബലം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈഫിലൊന്നും ഒരു രസം ഉണ്ടാവില്ല. എപ്പോഴും ജാലിയായിട്ടിരിക്കും, എപ്പോഴും ചിരിച്ചും തമാശ പറഞ്ഞും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വട്ടം എനിക്കുണ്ട്, അല്ലാതെ വേറെ വട്ടമൊന്നും എനിക്കില്ല. ഞാൻ നോർമലാണ്, ഓക്കെയാണ്. ഓക്കെ, ഒരു നെറ്റ് പോയിരിക്കുകയാണ് നെറ്റും ന്യൂസ് ഒന്നും പോയിട്ടില്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ എന്താ പറയുക, അത് എന്താ വീഡിയോയിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് പലത് തോന്നുമായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ വട്ടും നെട്ടൊക്കെ ഒന്നും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാനൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് കൊള്ളത്തില്ല. ഓക്കെ, ഡാഷ് ഞാൻ പറയാം, മീനിങ് ഞാൻ പറയുന്നില്ല. ഡാഷ് നടിയാണോ നീ എന്ന്, ഡാഷ് നടിയാണോ നീ, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചായിട്ടോ ഡാഷ് നടി. അപ്പം ഡാഷ് നടിയാണോ എന്ന് വെച്ചാൽ, ഡാഷ് നടിയായിട്ട് നിങ്ങൾ എന്നെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലല്ലാതെ ഡാഷ് നടിയായിട്ട് ഒരുപാട് പേര് വീഡിയോ ഇറക്കുന്നുണ്ട്. തുണിയും മണിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവരുടെ അക്കൗണ്ടിൽ ചെന്നിട്ട് ഇതുപോലെയുള്ള കമൻറ്റ്സ് പോയിടുക. അപ്പോൾ അവർ അതിനുള്ള മറുപടി പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഇമാരിയുള്ള ഇടേണ്ട കാര്യമില്ല, കാരണം അതിന് മാത്രമുള്ളത് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ള എൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും കമൻസൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. എല്ലാം നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ നേരിട്ടിട്ടാണ് ഡെയിലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സുഹൃത്തുക്കൾക്കും ഉള്ള മറുപടി എനിക്ക് കൊടുത്തതുപോലെ എനിക്കൊരിക്കലും ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലും കയറിയിട്ട് ഒരാൾക്ക് റിപ്ലൈ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യാതെ അങ്ങനെ എന്നെ പിന്നെ വീണ്ടും ബാഡ് കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും നമ്മളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരോടും പറയാണ്, ഞാനൊരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടാണ് ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ ചെയ്യുന്നത്. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക, റീൽസ് കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഞാൻ തിരിച്ചും എൻ്റെ മറ്റുള്ളവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. വേറെ ഒന്നും യാതൊരുവിധ ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ആരെയും വശീകരിക്കാനോ പറഞ്ഞ പോലെ ഒന്നുമില്ല, ഒരു കാര്യത്തിനുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരാളായിട്ട് എന്നെ കൂടെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് കേൾക്കാം.